അനുഭവത്തിൽ കണ്ടതല്ലേ. കേരളത്തിൽ ഇപ്പോ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമാകാൻ പോവുകയാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള മാറ്റങ്ങൾ എന്താണ് കാണാൻ നമുക്ക് കഴിയുന്നത്? ഓരോ നടപടി എടുത്താലും സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് ഓരോന്നോരോന്നായി കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതില് ആദ്യത്തെ സംഭവം സത്യപ്രതിജ്ഞ ചടങ്ങിലെ വന്ദേമാതരത്തിന്റെ ആദ്യത്തെ രണ്ടീരടി മാത്രമേ ചൊല്ലാവൂ എന്നാണ് കോൺഗ്രസിന് അംഗീകരിച്ച നയം. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങ് ചൊല്ലിയത് വന്ദേമാതരം മുഴുവനാണ്. അതാരുടെ അജണ്ടയാ? RSSന്റെ അജണ്ടയാണ്. അത് ഗവൺമെന്റ് തീരുമാനിച്ചതാണ്, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാനാണ് പിന്നീട് ചിലർ ശ്രമിച്ചത്. അങ്ങനെയാണോ? ഗവർണറുടെ തീരുമാനം വേറൊന്നുണ്ടായിരുന്നല്ലോ. വേദിയിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ മാത്രമേ ഉണ്ടാകൂ, മറ്റാരും പാടില്ല. അത് മാറ്റിയല്ലോ. അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് അത് മാറ്റിച്ചല്ലോ, അത് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിച്ചല്ലോ. കേരളത്തിൽ ഇതുവരെയുള്ള കീഴ്വഴക്കം നോക്കിയാൽ അതില്ലാലോ. പക്ഷെ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് മാറ്റിക്കാൻ കഴിയില്ലല്ലോ. എന്തേ ആ സമീപനം വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ എടുക്കാതിരുന്നത്? അപ്പോ ഗവർണറുടെ തീരുമാനത്തിന് വഴങ്ങിയതല്ല, RSSന്റെ അജണ്ടയ്ക്ക് വഴങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് വന്ദേമാതരം മുഴുവനായി ചൊല്ലുന്ന നിലയുണ്ടായി. ഇപ്പോ പിന്നീട് വന്നത് അസംബ്ലി കൂടുന്നു, നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു. ഇസ്രായേൽ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ലഭിക്കൊണ്ടിരിക്കുന്ന സാധാരണഗതിയിലുള്ള ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് അക്ഷരമില്ല, ഒരു വിമർശനമില്ല. എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നയപ്രഖ്യാപനം തയ്യാറാക്കാൻ? അപ്പൊ സംഘപരിവാറിനെ പ്രേരിപ്പിക്കുക, കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശനം വേണ്ട. ഇപ്പോ MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ നിയമിച്ചു. ആ വൈസ് ചാൻസലർ സംഘപരിവാറിന്റെ ഭാഗമായിട്ടുള്ളത് ആളാണ്. അതായത് സംഘപരിവാറിന്റെ സംഘടനയുടെ നേതാവ്. RSSന്റെ ഒട്ടേറെ സംഘടനകളുണ്ട്. അതിലൊന്നിന്റെ നേതാവിനെയാണ് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കി വെച്ചത്. ഗവർണറാണ് ചെയ്യുന്നത്. ഗവർണർ ചെയ്യുന്നത് RSSന് വേണ്ടിയാണ്, RSSന്റെ നയമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം അതിനെതിരെ ഉയർന്നോ? എന്തേ ഗവൺമെന്റ് ശബ്ദമില്ലാത്തത്? ശബ്ദിച്ചല്ലോ. ശബ്ദിച്ചപ്പോ പറയാൻ നോക്കിയാൽ അത് LDF ഗവൺമെന്റാണ് ഉത്തരവാദികൾ. LDF ഗവൺമെന്റ് എങ്ങനെയാണ് ഉത്തരവാദിയല്ല? LDF ഗവൺമെന്റിന്റെ കാലത്ത് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉണ്ട്. ആ വൈസ് ചാൻസലർ LDF ഗവൺമെന്റ് കൊടുത്ത പേരന്റ് നിശ്ചയിച്ചയാളാണ്. ആ വൈസ് ചാൻസലർ MG യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. പ്രൊഫസർ സ്ഥാനത്ത് വിരമിച്ചാൽ വൈസ് ചാൻസലർ സ്ഥാനത്ത് 65 വയസ്സ് വരെ തുടർന്നതിന് യാതൊരു പ്രയാസമില്ല. മുൻപെല്ലാം അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വൈസ് ചാൻസലറായി തുടരാം.
പുതിയ ആൾ നേരിടുമ്പോൾ UDF ഗവൺമെന്റാണ് അധികാരത്തിൽ. ഗവൺമെന്റ് നിലപാട് പറയണ്ടേ? പറഞ്ഞില്ലാലോ. ഇവിടെ 30 അംഗങ്ങളാണ് അവിടുത്തെ സ്ഥലത്തിൽ.